പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ളതായ യഥാർത്ഥമായ ഒരു ചരിത്രം, ഒരു സംഭവം, അക്ഷരാർത്ഥത്തിൽ അതെങ്ങനെയായിരുന്നു എന്ന് ഉള്ളതായ യഥാർത്ഥ വിവരം കുറിച്ചതിന് ശേഷം അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുന്ന ഒരു വാക്യമാണ്: യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെന്നും വിശ്വസിച്ചിട്ട് നിങ്ങളിലും ജീവൻ പകരേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ ജീവിത അനുഭവങ്ങളും ഉയിർപ്പിൻ്റെ അനുഭവങ്ങളും പുനരുത്ഥാനത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെയും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് നാമും വിശ്വസിച്ച് നമ്മളിലും ജീവൻ പകരപ്പെടേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ 3.5 വർഷക്കാലം യഹൂദ്യ നാടുകളിലൊക്കെയും യെരുശലേമിൻ്റെ വീഥികളിലും കടൽക്കരയിലും പള്ളികളുടെ അങ്കണത്തിലുമൊക്കെ വെച്ചും കൊണ്ട് കർത്താവ് പുനരുത്ഥാനത്തെക്കുറിച്ചും ഉയിർപ്പിനെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും എല്ലാം സ്വർഗത്തെക്കുറിച്ചുമൊക്കെ വലിയ വലിയ വിശദീകരണം അടങ്ങിയതായ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. ശിഷ്യന്മാരെല്ലാം അത് കേട്ടു. എങ്കിലും അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തം കണ്ണാൽ ഇങ്ങനെ ഒരു പുനരുത്ഥാനത്തിന് സാക്ഷികളാകാൻ കഴിയുമെന്ന് ശിഷ്യന്മാർ ഒരിക്കലും കരുതിയിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മഗ്ദലക്കാരത്തി മറിയ എഴുന്നേറ്റ് ഓടി കല്ലറയ്ക്കൽ ഓടി വന്നു. ഇരുട്ടാകിയപ്പോൾ തന്നെ അവൾ കല്ലറയ്ക്കൽ എത്തി. നേരം വെളുത്തില്ല. പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ അവളെ അത്ഭുതപ്പെടുത്തിയതായ ഒരു കാര്യം, കല്ലറയ്ക്ക് അടുപ്പായി അല്ലെങ്കിൽ അതിനെ അടച്ചു വെച്ചിരുന്നതായ വലിയ കല്ല് ആരോ ഉരുട്ടി മാറ്റി. പെട്ടെന്ന് അവൾ കല്ലറയ്ക്കൽ കടന്നു നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴേക്കും അവിടെ ഒരു വലിയൊരു ഭയപ്പാടുണ്ടാക്കുന്നതായ വേറൊരു കാര്യം കൊണ്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശുവിനെ തൻ്റെ ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയി എന്നുള്ളതായ ഒരു കിംവദന്തി അതിനോടകം റോമൻ പടയാളികൾ ആ ദേശത്തൊക്കെ പരത്തിയിരുന്നു. ശിഷ്യന്മാരാകെ പേടിച്ചിരിക്കുക. എന്താ സംഭവിക്കുകയെന്നും അറിയില്ല. ശിഷ്യന്മാരുടെ മനസ്സിൽ, ദൈവമേ, അവൻ ഉയർത്തെഴുന്നേൽക്കരുത്, ഞങ്ങളും ആപത്തിലാകുമെന്നുള്ള ഒരു പ്രാർത്ഥന ഒരുപക്ഷെങ്കിൽ ഉണ്ടായി കാണുമായിരിക്കാം. യേശു പറഞ്ഞതുപോലെ അവനെ കാണാതെ വരല്ലേ എന്നവർ പ്രാർത്ഥിച്ചു കാണുമായിരിക്കാം. പെട്ടെന്ന് ഇതാ മറിയ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുത്തേക്ക് ഓടി വരുന്നു. അയ്യോ, ഓടി വരണേ, കർത്താവിനെ കാണാനില്ല. പത്രോസും യോഹന്നാനും ഭയന്ന് വിറച്ചുപോയി. എന്താണ് സംഭവിക്കുന്നത്? യേശുവിനെ കാണാനില്ലയോ? അവൻ്റെ ശരീരം കാണാനില്ലയോ? എങ്കിൽ അടുത്ത നിമിഷത്തിൽ അറസ്റ്റ് ഉറപ്പാണ്. അവരും ജയിലിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിച്ചു. യോഹന്നാനും പത്രോസും ധൃതിപ്പെട്ട് ബന്ധപ്പെട്ട് മറിയോടൊപ്പം വളരെ വേഗത്തിൽ ഓടി കല്ലറയ്ക്കൽ വന്നു. അവർ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. അവർക്കും യേശുവിൻ്റെ ശരീരം കാണാൻ കഴിഞ്ഞില്ല. ദൂതന്മാർ അവരോട് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും അവനെ ചുറ്റിയിരിക്കുന്ന ശീലയൊക്കെ അവരെ കാണിച്ചു. പക്ഷെങ്കിൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് കേൾക്കണ്ട. അവർ പെട്ടെന്ന്, അതിൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ പെട്ടെന്ന് ഭവനത്തിലേക്ക് ഓടിപ്പോയി. കാരണം എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് പടയാളികൾ, നേരം വെളുത്താൽ ഉടനെ റോമൻ പടയാളികൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഭയപ്പാട്, വലിയൊരു ഭയത്തിൻ്റെ സമയം. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ധൈര്യത്തോടെ ഒരാൾ അവിടെ നിന്നു. അതാണ് മഗ്ദലക്കാരത്തി മറിയ. ജീവനെങ്കിൽ ജീവനെ, എന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, മരണമെങ്കിൽ മരണം, ഞാൻ എന്തിനും തയ്യാറായിട്ട് അവൾ അവിടെ നിന്നു. എന്നാൽ അവളുടെ നിരന്തരമായ കണ്ണുനീരും കരച്ചിലും കണ്ടുകൊണ്ട് ദൂതന്മാർ ആദ്യം അവളോട് സംസാരിച്ചു. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പക്ഷെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവളിലും അങ്ങോട്ട് വിശ്വാസ്യമാകുന്നില്ല. എന്താണ് ഉയർപ്പെന്നുള്ളതായ പരമാർത്ഥം അറിയില്ല. അവൾ വീണ്ടും പറയാണ്,
എൻ്റെ ഗുരുവിൻ്റെ ശരീരം എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. പുറകിൽ നിന്നൊരു ശബ്ദം, സ്ത്രീയെ. അവൾ ഭയന്നുപോയി. പെട്ടെന്ന് വലിയ ഭയപ്പാട്. അവൾ വിചാരിച്ചു ഒരു പക്ഷെങ്കിൽ അവിടുത്തെ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരനായിരിക്കാം. അവൾ തിരിഞ്ഞു പറയുകയാണ്, യജമാനനെ, എൻ്റെ ഗുരുവിൻ്റെ ശരീരം ഇവിടെ വെച്ചിരുന്ന് കാണാനില്ല. നിങ്ങൾ ആരെങ്കിലും അവനെ കണ്ടെങ്കിൽ, അവനെ ആരെങ്കിലും ഒളിച്ചെവിടെങ്കിലും കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും കല്ലിനിടയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ എന്നോടൊന്ന് പറയൂ, എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. പരമാർത്ഥം എന്താണെന്ന് വിശ്വസിക്കാൻ ഒക്കാത്തതായ അവസ്ഥ. അവരുടെ ഹൃദയം അത്രത്തോളം കഠിനപ്പെട്ടോ ഭാരപ്പെട്ടോ ഭയപ്പെട്ടോ ഇരിക്കുക. കർത്താവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ യഥാർത്ഥമായ സത്യം അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഉയിർപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എന്നാൽ അവളുടെ നിരന്തരമായ കണ്ണുനീർ, അവൾ കണ്ണുനീരൊഴുക്കുന്നതിനൊരു കാരണമുണ്ട്, അവൾ കരയുന്നതിനൊരു കാരണമുണ്ട്. യേശുവിൽ നിന്ന് കിട്ടിയതായ സ്നേഹം അവളുടെ ജീവിതത്തിൽ മറ്റെങ്ങും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾ തിരിഞ്ഞ് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ശബ്ദമുണ്ടാകുന്നു, മറിയയെ. ആ ശബ്ദം 3 വർഷത്തിന് മുമ്പ് കേട്ടതായ അതേ ശബ്ദം, ഒരു വ്യത്യാസമില്ല. അത് ഗുരുവിൻ്റെ ശബ്ദമാണ്. അവൾ തിരിഞ്ഞു പറഞ്ഞു, റബ്ബൂനി, നിന്റെ ശബ്ദമാണ്, നീയാണ് എന്നെ വിളിച്ചത്, ഞാനത് തിരിച്ചറിയുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ ബുദ്ധിയിൽ കൂടെ 3 ദിവസം കല്ലറയുടെ ഉള്ളിൽ കിടന്നതായ യേശു ക്രൂശിൽ വെച്ച് രക്തവും വെള്ളവും മുഴുവനും വാർന്നുപോയി. ജീവനും ശക്തിയും ഒന്നുമില്ല, ത്രാണിയില്ല, ശബ്ദം നിലച്ചു. അങ്ങനെ ഇരിക്കുന്നതായ ഒരു ശരീരത്തിൽ നിന്നും ഉണ്ടാകേണ്ടതായ ഉയർത്തെഴുന്നേറ്റു എങ്കിലും ഉണ്ടാകേണ്ട ശരീരം തീർച്ചയായിട്ടും ഒരു തകർന്ന ശബ്ദമായിരിക്കണം. ഇങ്ങനെ ദൃഢമായ ശബ്ദമാകാൻ പാടില്ല. പക്ഷെങ്കിൽ മറിയ കേട്ടത് ഇല്ല, ആ സ്നേഹസാന്ദ്രമായ ഓമനത്വം നിറഞ്ഞതായ വാത്സല്യം നിറഞ്ഞതായ ആദ്യം യേശു എങ്ങനെ അവളെ വിളിച്ചോ അതേ സ്വരത്തിൽ. യേശുവിൻ്റെ ശരീരം ഒരുപക്ഷെങ്കിൽ തകർക്കപ്പെട്ടതായിരിക്കാം, പക്ഷെങ്കിൽ യേശുവിൻ്റെ ശബ്ദത്തെ തകർക്കുവാൻ പടയാളികൾക്കും ഈ ലോകത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട്? അതിലൊരു സത്യമുണ്ട്, അതിലൊരു പരമാർത്ഥമുണ്ട്. യോഹന്നാൻ എഴുതുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു. ദൈവം ഉച്ചരിച്ചത് വചനം, ആ വചനത്താലാണ് സകലതും സൃഷ്ടിതമായത്. ആ വചനമാണ് ജഡമായി തീർന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്ത വചനം. മനുഷ്യർക്ക് ആ ശരീരത്തെ തകർക്കുവാൻ കഴിഞ്ഞേക്കാം, മനുഷ്യർക്ക് ആ ശരീരത്തെ കുന്തം കൊണ്ട് കുത്തുവാൻ കഴിഞ്ഞിരുന്നിരിക്കാം, പക്ഷെങ്കിൽ ആ ശബ്ദത്തെ തകർക്കുവാൻ കഴിയുകയില്ല. അതിന്ന് ആദ്യമായി ആ മറിയ മനസ്സിലാക്കി. അവൾക്കൊരു ദൗത്യം കർത്താവ് കൊടുക്കുകയാണ്. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എൻ്റെ ദൈവവും എൻ്റെ സഹോദരന്മാരുടെ ദൈവവും എൻ്റെ കർത്താവും എൻ്റെ സഹോദരന്മാരുടെ കർത്താവുമായവൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു പോകുന്നു. നോക്കൂ, കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിലും ഭയന്ന് ഓടിപ്പോയ ശിഷ്യന്മാർക്ക് വേണ്ടി അവൻ്റെ ദൈവത്തെയും അവൻ്റെ കർത്താവിനെയും പങ്കുവയ്ക്കുക. എൻ്റെയും ഭയന്നിരിക്കുന്ന അല്ലെങ്കിൽ ഭയന്ന് നിലവിളിക്കുന്ന മറിയയുടെയും എൻ്റെ സഹോദരന്മാരുടെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ മുൻപിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നത് പോലെ അവരെയും കരുതുന്നുള്ളതായ ഒരു സദ്വർത്തമാനം മറിയെ നീ ചെന്നവരോട് പറയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറിയ ചെന്നവരോട് വിവരം പറഞ്ഞു. അവർ അല്പാൽപമായി അവരിൽ വിശ്വാസം കടന്നു വരുവാൻ തുടങ്ങിയെങ്കിലും പരസ്യമായി വിശ്വസിക്കാൻ അവർക്ക് പേടി. പടയാളികൾ അവരെ പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ച്. പക്ഷെങ്കിൽ അവർ കൂടിയിരിക്കുന്നതായ മുറിയിൽ യേശു പ്രത്യക്ഷനായി. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടർക്ക് സമാധാനം, എന്നാൽ മറിയയിലോ അവളെ സ്നേഹിക്കുന്ന ശബ്ദത്തിൻ്റെ ആ ശ്രേണി കേൾപ്പിച്ചുകൊണ്ട്, അവളുടെ കാതുകളിൽ വിശ്വസിപ്പിച്ചുകൊണ്ട്, അവൾ കരയുന്നതായ കരച്ചിലിൽ മനസ്സലിഞ്ഞ് കർത്താവ് അവൾക്ക് വേണ്ടി പ്രത്യക്ഷനായി അവൻ്റെ മുഖത്തെ അവൾക്ക് കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം യേശുവിൻ്റെ ഉയിർപ്പിനെ നീ എങ്ങനെയാണ് പല പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം നീ കേട്ടിട്ടുണ്ടായിരിക്കാം.
ഉയിർപ്പിൻ്റെ സന്ദേശം കേട്ടിട്ടുണ്ടായിരിക്കാം. ഉയിർപ്പിൻ്റെതായ അനേക വിഷസൊക്കെ ബെസ്റ്റ് വിഷസുമൊക്കെ പലരിൽ നിന്ന് നീ കേട്ടിട്ടുണ്ടായിരിക്കാം. ഹാപ്പി ഈസ്റ്റർ എന്നുള്ളതായ വാക്ക് നീ തന്നെ പലരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ആ ഈസ്റ്റർ നിന്റെ ജീവിതത്തിൽ ഭയത്തെ ഉളവാക്കിയോ, വിശ്വാസത്തെ ഉളവാക്കിയോ, യാഥാർത്ഥ്യ ബോധത്തെ ഉളവാക്കിയോ, അദ്രവത്വമത്തെ നിന്റെ ശരീരത്തിലും പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതായ ഒരു വിശ്വാസത്തെ, പ്രത്യാശ നിന്റെ ജീവിതത്തിൽ ഉടലെടുക്കുവാൻ അത് സാധ്യമാക്കിയോ? ദൈവത്തിന് സ്തോത്രം. മറിയെപ്പോലെ നിന്നിലും ജീവൻ പകരപ്പെടേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഉയിർപ്പിൻ്റെ പ്രഭാതം നമുക്ക് ഏവർക്കുമുണ്ട്. ഒരു ഉയിർപ്പിൻ്റെ സത്യം നമ്മളിലും ഉടലെടുക്കേണ്ടതുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മളിലുള്ളതായ ഒരു കേൾവിയാൽ, നാം അറിയുന്ന അറിവിനാൽ കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത് വിശ്വാസം നമ്മളിൽ ഉടലെടുക്കണം. ആ വിശ്വാസത്താൽ നമ്മളിൽ ജീവൻ വ്യാപരിക്കും. അല്പമായ ജീവനല്ല, സമൃദ്ധിയായ ജീവൻ. സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ ഉയിർപ്പിൻ്റെ പ്രഭാതത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ, ആ അനുഭവത്തിലേക്ക് നയിക്കുന്നതായ, ആ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതായ സത്യത്തെ നമ്മുടെ ദേഹി മനസ്സിലാക്കി തരുന്നതായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനിടയായിത്തീരും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകുവാൻ ഇന്നത്തെ ഈ ഉയിർപ്പിൻ്റെ പ്രഭാതം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.